നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെക്കൊണ്ടാകാവുന്ന എല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു. പക്ഷെ അതിനൊടുവിൽ സംഭവിച്ച നീ കണ്ടല്ലോ. ഏട്ടത്തിയുടെ കണ്ണിൽ ഞാനിപ്പോ കുറ്റവാളിയാ. വയ്യാതിരിക്കുന്ന ഏട്ടനെ പുറത്തു കൊണ്ടുപോയി അപകടം ഉണ്ടാക്കിയ കുറ്റവാളി. ആ ദുഷ്പേരെനിക്ക് താങ്ങാനാവില്ല. ഭഗവാനോട് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്റെ ഏട്ടന് എഴുന്നേറ്റ് നടക്കാൻ വിധി ഉണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണം. അതുവരെ ജലപാനം പോലും ഇല്ലാതെ ഞാൻ എന്നെ അവിടുത്തെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. എനിക്ക് വിധിച്ചത് മരണമാണെങ്കിൽ പോലും ഞാനിത് ഭക്തിയോടെ സ്വീകരിക്കുക. എന്തൊക്കെയാണോ താനീ കാണിക്കുന്നത്? ഏട്ടൻ വീണതിന് താൻ മാത്രം എങ്ങനെ കുറ്റക്കാരിയാവുന്നത്? ഞാനും ഉണ്ടായിരുന്നില്ലേ അവിടെ? വിജു ഉണ്ടായിരുന്നില്ലേ? പിന്നെങ്ങനെയാ? നിരാഹാരമൊന്നും വേണ്ട. എടോ, പ്രാർത്ഥന ശുദ്ധമാണെങ്കിൽ ഭഗവാൻ കേൾക്കുമല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ തപസ്സവും വ്രതവും ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എടോ, അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പൊ ആളുകൾ പ്രാക്ടിക്കലായാണ് ചിന്തിക്കുന്നത്. ഈ ഭക്തി പോലും. എനിക്കങ്ങനെ ചിന്തിക്കണ്ട. എനിക്കൊരു വിശ്വാസമുണ്ട്. എന്റെ ശ്വാസം പോലുള്ള വിശ്വാസം. അത് ഭഗവാൻ അറിയാം. ഞാൻ സമ്മതിക്കില്ല. ഇതിലിനി എനിക്ക് ആരുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടോ പ്ലീസ്. ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് വരൻ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ അതിനുള്ള മാർഗം ഇതല്ല. ഏട്ടന്റെ ചികിത്സ പൂർണ്ണമാകുമ്പോ ഏട്ടൻ എഴുന്നേറ്റ് നടക്കും. ചികിത്സയ്ക്കൊപ്പം പ്രാർത്ഥന, അതാ വൈദ്യന്മാരൊക്കെ പറയുന്നത്. വൈദ്യൻ ചികിത്സിക്കട്ടെ, എന്റെ പ്രാർത്ഥന ഇങ്ങനെ കിടക്കട്ടെ. ഇവിടെ തനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലുണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. തോന്നല. ദിവസവും എത്രയോ പേര് മരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരെ ലോകത്തുണ്ടല്ലോ. എല്ലാവരും ഒന്നിച്ചൊടുങ്ങുവാണോ? അല്ലല്ലോ. പിന്നെ വരുൺ ഇപ്പൊ പറഞ്ഞത് എന്നോടുള്ള സ്നേഹമല്ലേ? അതിനുവേണ്ടി ജീവൻ കളയാൻ തയ്യാറാന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്റെ ഏട്ടനെ അനിയത്തിയ. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. വരുൺ പൊയ്ക്കോളൂ. ചെല്ല. താൻ നിരാഹാരം ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിരാഹാരം ഇരിക്കുന്നത് എന്റെ ഭക്തി കൊണ്ടാ. വരുൺ അത്രയും ഭക്തിയുണ്ടോ? ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കണ്ടെന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിക്കേണ്ടത്. ശരി, വരും. ചെല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.